നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം മുന്നേറ്റത്തിൽ ഡിഫറെൻ്റ് സ്കിൽ സെറ്റുള്ള 3 വ്യത്യസ്ത താരങ്ങളുണ്ടല്ലോ. ഇതിൽ ആരെ നിങ്ങൾ കളിപ്പിക്കും? എങ്ങനെയാണ് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്? ചോദ്യം പോർച്ചുഗലിൻ്റെ കോച്ച് റോബർട്ടോ മാർട്ടിനസിനോടാണ്. ക്രൊയേഷ്യയോട് ടീം തോറ്റതിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ വരുന്ന ചോദ്യം മുന്നോട്ട് നോക്കുമ്പോൾ പോർച്ചുഗലിന് 3 തരത്തിലുള്ള സ്ട്രൈക്കേഴ്സ് അവൈലബിൾ ആണ്. ഗോൺസാലോ റാമോസും ക്രിസ്ത്യാനോ റൊണാൾഡോയും ഡിയേഗോ ജോട്ടയും. റാമോസ് ഈ കളിയിൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു. വിതൗട്ട് ദി ബോൾ അദ്ദേഹം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില നീക്കങ്ങൾ നടത്തി. കൂടുതൽ അദ്ദേഹം പ്രസ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. പക്ഷേ റൊണാൾഡോ കളിക്കുമ്പോൾ അദ്ദേഹം കൂടുതലൊരു ബോക്സ് പ്ലെയറാണ്. ഡിയേഗോ ജോട്ട ആവട്ടെ, ഇതെല്ലാം രണ്ടിൻ്റെയും കൂടി ഒരു മിക്സായിട്ട് കണക്കാക്കാവുന്നയാളാണ്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ മുന്നേറ്റ നിരയിൽ കാര്യങ്ങൾ ഷെയ്പ്പ് ചെയ്യാൻ പോകുന്നത്, ആരെയാണ് കളിപ്പിക്കാൻ പോകുന്നത് എന്ന് തന്നെ അദ്ദേഹത്തോട് ചോദിക്കുന്നു. അതിനുള്ള കോച്ചിൻ്റെ മറുപടി ഒന്ന് നോക്കുക. അദ്ദേഹം പറയുന്നു, ഇത് നല്ലൊരു അനാലിസിസാണ്. ചോദ്യകർത്താവിനോട് തിരിച്ചു പറയുകയാണ്, ഇത് നല്ലൊരു അനാലിസിസാണ്. ഞാൻ വിചാരിക്കുന്നത് ഡിഫറെൻ്റ് പ്ലെയേഴ്സ് നമ്മുടെ കൈവശം ഉണ്ടാവണമെന്നുള്ളതാണ്. ടീമിൻ്റെ മുന്നേറ്റ നിരയിലെ കുന്തമുനകൾക്ക് ഡിഫറെൻ്റ് സ്കിൽ സെറ്റ് ഉണ്ടാവണം. നമുക്കതുണ്ട്. ഈ കളിയിൽ നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് ഡിയേഗോക്കും ഗോൺസാലോക്കും 45 മിനിറ്റ് വീതം കൊടുക്കുക എന്നതായിരുന്നു. അവർ നല്ല രൂപത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. വിത്തൗട്ട് ദി ബോളും ഓൾസോ വിത്ത് ദി ബോൾ അവരുടെ മൂവ്മെൻറ്റും മികച്ചതായിരുന്നു. ഇനി ക്രിസ്ത്യാനോയുടെ കാര്യമാണെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ക്രിസ്ത്യാനോയുടെ എക്സ്പീരിയൻസ് യൂണീക്ക് എക്സ്പീരിയൻസ് ആണ്. 5 യൂറോ കപ്പ് കളിച്ചിട്ടുള്ള മറ്റൊരാളില്ല. 6ാമത്തെ യൂറോ കപ്പ് അദ്ദേഹം കളിക്കാൻ പോവുകയാണ്. അപ്പോൾ സൈക്കോളജിക്കൽ ആസ്പെക്റ്റാണ്, ലോക്കർ റൂമിലെ സൈക്കോളജിക്കൽ ആസ്പെക്റ്റിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ സ്കോറിങ് നടക്കുകയും വേണം. എല്ലാ താരങ്ങൾക്കും, ഈ പറയുന്ന താരങ്ങൾക്കൊക്കെ അവരുടേതായിട്ടുള്ള റോളുണ്ട്. സോ നമ്മുടെ സ്ട്രൈക്കേഴ്സ് ഫിസിക്കലി വെല്ലാണ്, കൂടുതൽ മിനിറ്റ്സ് അവർക്ക് കളിക്കാൻ അവസരം ലഭിക്കുന്നു. ഇതൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അതിനെ അങ്ങനെ കണ്ടാൽ മതി എന്നാണ് കോച്ച് പറയുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തോട് മറ്റൊരു ചോദ്യം ചോദിച്ചിരുന്നു, ക്രിസ്ത്യാനോ കളിക്കുമോ യൂറോ കപ്പിൽ, അതല്ല വേൾഡ് കപ്പിൽ സംഭവിച്ച പോലെ അദ്ദേഹത്തെ പുറത്തിരുത്തുമോ എന്ന് തന്നെ ഡയറക്റ്റായിട്ട് ചോദിച്ചിരുന്നു. ക്രൊയേഷ്യക്കെതിരെയുള്ള കളിക്ക് മുമ്പുള്ള പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ അല്ല അദ്ദേഹം പറഞ്ഞത്, ഓരോ ഗെയിമിനനുസരിച്ചായിട്ടും ആയിരിക്കും താരങ്ങൾ ഇറക്കുക, എതിരാളികളൊക്കെ അനലൈസ് ചെയ്ത് ഗെയിം ബൈ ഗെയിം ആയിട്ടായിരിക്കും തീരുമാനമെടുക്കുക എന്നാണ്. എന്തായാലും കാത്തിരിക്കാം ക്രിസ്ത്യാനോ യൂറോ കപ്പിൽ എങ്ങനെ പെർഫോം ചെയ്യുമെന്ന് അറിയാൻ വേണ്ടി. അതിന് മുന്നോടിയായിട്ട് ഒരു ഫ്രണ്ട്ലി മത്സരം കൂടി കളിക്കാനുണ്ട് പോർച്ചുഗലിന്, അയർലൻഡിനെതിരെ. ആ കളിയിൽ ക്രിസ്ത്യാനോ കളിക്കുമെന്നാണ് റിപ്പോർട്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.